ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രൂ സ്റ്റോറി അല്ലേ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇത് കണ്ട് വിജയിപ്പിക്കാനാണ് ഇതുപോലത്തെ ചിത്രങ്ങൾ. കാര്യം എന്ന് പറഞ്ഞാൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്താണ് പോയി കാട്ടിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കാട്ടിനകത്ത് പെടണമെന്നില്ല, നമ്മൾ പ്രോബ്ലംസിൽ പെടാറുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന രീതി പാളിപ്പോവാം, പതറിപ്പോവാം, പക്ഷേ അവിടെ എല്ലാ സംവിധായകൻ മികച്ച രീതിയിൽ തന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. നൈസ് വൺ. നന്നായിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രൂ സ്റ്റോറി അല്ലേ. അപ്പോൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. എല്ലാവരുടെ അഭിനയം നല്ലതായിരുന്നു. നല്ലൊരു മെസ്സേജ്. കാരണം ഇങ്ങനെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു അനുഭവം കിട്ടാറില്ലേ, അതുപോലെ. ഞാൻ കണ്ടത് കാടകമാണ്. നല്ലൊരു സിനിമയായിരുന്നു. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ട് ശീലിച്ച ആളുകളല്ല എങ്കിലും അവരാരും പുതിയ ആളുകളാണെന്ന് തോന്നുന്നില്ല. നല്ല നല്ല സ്റ്റൈലാണ് സംഭവമായിരുന്നു. നല്ല പടം. ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് നല്ല സിനിമ. ചെറുപ്പക്കാരൻ ഒറ്റപ്പെട്ടു പോകുന്ന, ഒരു കാട്ടിനകത്തകപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു നമ്മളെ കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും എല്ലാം നടന്നു വെച്ചിട്ടുണ്ട്. അതിൽ ഡയറക്റ്റും എല്ലാം നല്ല ഫെസ്റ്റിവൽ ബേസ് മൂവിയാണ്. നല്ല ഡയറക്ഷനും നല്ല ഫ്രെയിമുകളും നല്ല ത്രില്ലിംഗ് ആയിട്ട് ഒരു 2 മണിക്കൂറേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഈ സ്റ്റാർസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല പടത്തിൽ. എന്നാലും നമുക്ക് സുഖമായിട്ട് വളരെ സ്മൂത്തായിട്ട് കണ്ട് തീർക്കാൻ പറ്റുന്നൊരു പടമാണ്. എവിടെയും ബോറടിയില്ല. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. നൈസ് വൺ. ത്രില്ലിങ് ഭയങ്കര ഇമോഷണലാണ്. കണ്ടിരിക്കാനുണ്ട്, കാണണം. കൊള്ളാം. സൂപ്പർ അടിപൊളി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പോരാനായിട്ടുള്ള ഒരു സംഭവം തോന്നിയിട്ടില്ല. നല്ലൊരു മൂവി, അടിപൊളിയായിട്ട്. നല്ല അനുഭവമായിരുന്നു. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാക്കുന്ന സിനിമയാണ്. ഇപ്പം അങ്ങനെയാണല്ലോ, റിയൽ ലൈഫ് അങ്ങനെയല്ലേ. എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ശരിക്കും റിയൽ ലൈഫ് ത്രില്ലർ. അല്ലാതെ അടി വെട്ട് കുത്ത് അങ്ങനത്തെ ഐറ്റങ്ങളൊന്നുമല്ല. ഒരു തരത്തിലും ഒരു പോയിന്റിലും എവിടെയും നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം കറക്റ്റ് നമ്മളൊരു കാടിനകത്തോട് ട്രാവൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഒരു പിന്നെ എനിക്ക് ഒത്തിരിയും റിയൽ ലൈഫുമായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫുമായിട്ട്, ഇപ്പം നമ്മൾ കാട്ടിനകത്ത് പെടണമെന്നില്ല, നമ്മൾ പ്രോബ്ലംസിൽ പെടാറുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന രീതി, നെവർ ഗിവ് അപ്പ് എന്നുള്ള, അതൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. കുറച്ച് സ്റ്റാർട്ടിങ് എനിക്ക് മിസ്സായി. അപ്പം കൂടുതൽ ആധികാരികമായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ സോഫാർ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അഭിനയമൊക്കെ കൊള്ളാം. സുബി എന്ന് പറഞ്ഞ പയ്യൻ്റെ അഭിനയം നല്ല ഇഷ്ടപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു ഫിലിം കണ്ടപ്പോൾ നല്ലൊരു സംതൃപ്തി ഉണ്ടായി. അതുപോലെ പുതിയ ആൾക്കാരെ വെച്ച് ഇത്രയും നല്ലൊരു സിനിമ എടുത്തത് വളരെ ഒരു അത്ഭുതകരമായിരിക്കുന്നു. ദൈവം ഒരുപാട് നന്മകൾ ഇതിൽ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്യാമറ വർക്ക് നല്ലതായിട്ടുണ്ട്. നടന്ന ട്രൂ സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ടിനി പറഞ്ഞ് എല്ലാവരും വരണം. പടം കൊള്ളാം കേട്ടോ. രതീഷൊക്കെ ഒരു 10 വർഷം മുമ്പേ മലയാള സിനിമയിൽ വരേണ്ടവരായിരുന്നു. കാരണം നല്ല പെർഫോമറാണ് പുള്ളി. അതുപോലെ ആരോമലിൻ്റെ ഒരു സിനിമ പെൻഡിങ് ഇരിക്കുന്നതാണ്, അതുവരെ ഇറങ്ങിയിട്ടില്ല. ഈ സിനിമ നിങ്ങൾ കാണേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ട് എഫക്റ്റ്, ക്യാമറ വർക്ക്, അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പഴയ ഭരതൻ പ്രതാപോത്തൻ സിനിമ കണ്ട ഒരു ഫീലുണ്ട്. മെസ്സേജ് അല്ല, ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ. അതായത് ഇപ്പോൾ കാട്ടിനകത്ത് പോകാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല. എന്നാലും കാട്ടിനകത്ത് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണ്. അബദ്ധത്തിന് കാട്ടിൽ ചെന്ന് പെട്ടുപോയ ഒരാളുടെ സംഭവമാണ് ഈ ഇപ്പോൾ ഇറങ്ങിയില്ലേ ഗുണ കേവലൊക്കെ പെട്ട ആ ഒരു സെറ്റപ്പ് അല്ല. ഇത് വേറൊരു ലൈനാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഇടയിൽ പോയി പെട്ടുപോയ ഒരാളുടെ കഥയാണ്. ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇത് കണ്ട് വിജയിപ്പിക്കാനാണ് ഇതുപോലത്തെ ചിത്രങ്ങൾ. കാര്യം എന്ന് പറഞ്ഞാൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്താണ് പോയി കാട്ടിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൽ നായകനായിട്ട് അഭിനയിച്ച ആൾ ഒരു പന്നിക്കുഴിയിലൊക്കെ വീഴുന്ന ഒരു സീൻ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് റിയലായിട്ട് എന്തായാലും എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാടകുന്ന സിനിമ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ കാണാവുന്നൊരു സിനിമയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സിൻ്റെ സങ്കീർണതകൾ. നമ്മളിപ്പോൾ ഒരിടത്ത് ഒറ്റപ്പെടുമ്പോൾ, കാടിലേക്ക് അപ്പെട്ടു പോകുമ്പം നമ്മുടെ മൊത്തം എക്സോസ്റ്റായിട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ഒരു വ്യഥയാണ്. പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷം ഒരു ആക്ടറിൻ്റെ സോളോ പെർഫോമൻസ് പോലെയാണ് തോന്നിയത്. കാരണം ഒരു ആക്ടറിൻ്റെ എല്ലാ ഇമോഷൻസും എല്ലാ സാധ്യതകളെയും സംവിധായകൻ ചികഞ്ഞെടുത്ത് സിനിമ കമ്പോസ് ചെയ്തെന്നാണ് തോന്നിയത്. വളരെ മനോഹരമായ സിനിമയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ നമുക്ക് ഒരു ക്ലോസപ്പ് വയ്ക്കുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആക്ടിങ്ങിൻ്റെ ഏത് നമ്മൾ മീറ്ററുകൾ നോക്കിയാലും അതെല്ലാം ആ രതീഷ് കൃഷ്ണ എന്ന തിയേറ്റർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ തിയേറ്ററിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആ മനുഷ്യനുണ്ട്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമോഷൻസും അയാൾ മനോഹരമായിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പം മസ്റ്റ് വാച്ച് മൂവിയാണ്. നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്. ഒരു കാട്ടിൽ ആരും സഹായത്തിനില്ല. ആ ഒരു അവസ്ഥ സംവിധായകനും അതിലെ നടനും ബാക്കിയുള്ള ടീം വർക്കും അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. പ്ലീസ് കം ആൻഡ് എൻജോയ് ദിസ് മൂവി.
മെസ്സേജാണ് തീർച്ചയായും. കാരണം നമ്മൾ വിശ്വസിച്ചൊന്നും പോകാതെ നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഒന്നുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനുള്ള ഒരു വലിയ മെസ്സേജാണ്. കാരണം നമുക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല, എന്ത് സംഭവിക്കാം. മരണം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിഷയം. അപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം ഉള്ളത്. മരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പിന്നെ നമുക്കൊന്നുമില്ല. പ്രതീക്ഷകൾ എന്ന് പറയുന്ന ഒരു പേറിപ്പോകുന്നൊരു മനുഷ്യൻ്റെ മരണത്തോട് മല്ലിടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഓരോ മനുഷ്യനും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ നല്ലതാവണമെന്നുള്ളത് കൂടെയാണ് ഈ സിനിമ. സോ അത് നമ്മളൊരിക്കലും നമ്മൾ എത്തിപ്പെടാനാവാത്ത വഴികളിലേക്ക് ഒരിക്കലും പോകല്ലെന്നുള്ള മെസ്സേജാണ് ഈ സിനിമ തരുന്നത്. മസ്റ്റ് വാച്ച് മൂവിയാണ്. കാരണം ഒരു തിയേറ്ററിക്കൽ ബ്രില്യൻസാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചിരുന്നത്. സംവിധായകന സമ്മതിയാണ്. കാരണം ഇൻ്റർവ്യൂവിന് ശേഷം ഒരു സോളോ ആയിട്ട് ആ ആക്ടറിനെ മൊത്തം വെച്ച് അദ്ദേഹം പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. പാളിപ്പോവാം, പതറിപ്പോവാം, പക്ഷേ അവിടെ എല്ലാം ആ സംവിധായകൻ മികച്ച രീതിയിൽ തന്നെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി.